അല്പനേരം ഇരിക്കാം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനെൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ചത് ഈ പെരിങ്ങഴ പള്ളിയിൽ നിന്നാണ്. ഈ പള്ളി പണിയുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ജോണച്ചനോടൊപ്പം, ഇലഞ്ഞെടുത്ത് ജോണച്ചനോടൊപ്പം ഇവിടെ പഴയ പള്ളിമുറിയിൽ താമസിച്ചാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതം തുടങ്ങിയത്. ഇവിടെ ആയിരുന്ന 4 മാസക്കാലമാണ് ഞാനിവിടെ ആയിരുന്നത് 20 വർഷങ്ങൾക്ക് മുമ്പ്. തീർച്ചയായിട്ടും അന്ന് ഇവിടെ ആയിരുന്നപ്പോൾ ഉണ്ടായ സൗഹൃദങ്ങളൊക്കെ കുറേയൊക്കെ ഞാനിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ചിലരെയൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ചിലരെയൊക്കെ ഇപ്പോഴും കാണുമ്പോൾ ആ പഴയ ചിരിയും ഒക്കെ ഉണ്ട് താനും. വലിയ സന്തോഷമുണ്ട്. ഇടവകയിൽ വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ഭക്തിയിൽ നമ്മൾ ആഴപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മുടെ രൂപതയിലെ വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിക്കപ്പെട്ട ഒരു ദൈവാലയം എന്ന നിലയ്ക്ക്, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്ക് പെരിങ്ങഴ ദേവാലയം ഇടവക വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടവകയും ദേവാലയവുമാണ്. ഇന്നിവിടെ ആയിരിക്കുന്നതിന് വലിയ സന്തോഷം. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ബഹുമാനയുടെ വികാരി അച്ഛനും അതോടൊപ്പം തന്നെ ഇന്ന് നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ജോസഫ് നാമധാരികളായ എല്ലാവർക്കും. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് ഞാനൊന്നും പറയാൻ വേണ്ടി വന്ന ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് 1-2 വാക്കുകൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ 1-2 വാക്കുകൾ പറയാം എന്ന് വിചാരിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവ് സ്വപ്നങ്ങളുടെ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം 3 സ്വപ്നങ്ങളാണോ 4 സ്വപ്നങ്ങളാണോ കണ്ടത്? 3-4 സ്വപ്നങ്ങൾ അല്ലേ? 4ാമത്തെ സ്വപ്നത്തെക്കുറിച്ച് അത് കൃത്യമായിട്ട് വായിച്ചു പോകുമ്പോഴാണ് അദ്ദേഹം 4 സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. 1-ാമത്തെ സ്വപ്നം അദ്ദേഹം പരിശുദ്ധ കന്യകാമറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണ്. 2-ാമത്തെ സ്വപ്നം ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. 3-ാമത്തെ സ്വപ്നം നസ്രത്തിലേക്ക് അല്ലെങ്കിൽ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണ്. 4-ാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് അദ്ദേഹം പോരുന്ന വഴിക്ക് അർക്കലാവോസ് രാജാവാണ് യൂദയ ഭരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം നസ്രത്തിലേക്ക് പോയി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ 4-ാമത്തെ സ്വപ്നം സൂക്ഷിച്ചു വായിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എന്തുതന്നെയായാലും അദ്ദേഹം സ്വപ്നങ്ങളുടെ ഒരു മനുഷ്യനായിരുന്നു. സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ. സുവിശേഷത്തിൽ ഒരിടത്ത് പോലും അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. നിശബ്ദനായി അദ്ദേഹം ദൈവം തന്ന ദൗത്യത്തെ നിറവേറ്റുകയായിരുന്നു. നമ്മളിൽ പലരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒത്തിരിയൊന്നും സംസാരിക്കാതെ നിശബ്ദരായി ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് നിന്ന് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, യോസേപ്പ് നാമധാരികൾ. പ്രിയമുള്ളവരെ, എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഉറങ്ങാനായിട്ട് പറ്റുന്നത്? അത്രമാത്രം വലിയ സംഘർഷം ഉള്ള മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന ദിനങ്ങളിൽ ഒരാൾ ഉറങ്ങി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടല്ലോ. അദ്ദേഹം ഉറങ്ങാനായിട്ട് കിടന്നു, ഉറങ്ങിയെന്ന്, നന്നായിട്ട് ഉറങ്ങിയെന്ന്. ഉറങ്ങുക മാത്രമല്ല, സ്വപ്നം കണ്ടു എന്നാണ് പറയുക. സാധാരണ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ അലട്ടുമ്പോൾ നമ്മൾ ഉറങ്ങിയാൽ തന്നെ, സ്വപ്നം കണ്ടാൽ തന്നെ നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. യോസേപ്പ് സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹം ആ സ്വപ്നത്തിൽ തൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല സ്വപ്നം കണ്ടത്. തൻ്റെ മനസ്സിന് ഒത്തിരിയേറെ സങ്കടം നൽകിയ മേരിയെ അല്ല സ്വപ്നം കണ്ടത്, ദുഷ്ടാരൂപികളെ അല്ല സ്വപ്നം കണ്ടത്. അദ്ദേഹം സ്വപ്നം കണ്ടത് ദൈവദൂതനെയാണ്. ദൈവദൂതനെ സ്വപ്നം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർവവും ദൈവതൃക്കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം കിടന്നുറങ്ങി. ദൈവത്തോട് ചേർന്ന് നിന്ന ഒരാൾ, മനസ്സ് ദൈവത്തിന് സമർപ്പിച്ച ഒരാൾ, ജീവിതം ദൈവത്തിന്
വിട്ടുകൊടുത്ത ഒരാൾ. അയാൾ കാണുന്നത് ദൈവദൂതനെയാണ്. സ്വപ്നത്തിൽ ദൈവം നൽകിയ ആ നിർദ്ദേശങ്ങൾ ദൈവം നൽകിയതാണെന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. ദൈവത്തോടൊപ്പം ആയിരുന്ന ഒരു ജീവിതമായിരുന്നു വിശുദ്ധ യോസേപ്പിൻ്റെ ജീവിതം. അതുകൊണ്ടാണ് ദൈവദൂതനെ സ്വപ്നം കാണാൻ ദൂതൻ അരുളിയ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് കരുതി, അത് ജീവിത നിയോഗമായിട്ട് കരുതി ജീവിതത്തെ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. യോസേപ്പ് തൻ്റെ ജീവിതത്തെ വിട്ടുകളയുകയായിരുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങളൊക്കെ തന്നെയുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ, മേരി എന്ന എല്ലാവരും നല്ല വിശേഷ ഗുണമുള്ള എന്ന് വിശേഷിപ്പിക്കുന്ന ആ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് തന്നെ ഇരിക്കുന്ന ഈ മനുഷ്യൻ യോസേപ്പിനെ പലപ്പോഴും താടിയും മുടിയൊക്കെയുള്ള ഒരു വൃദ്ധനായിട്ടാണ് ചിത്രങ്ങളിലൊക്കെ. എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം നല്ല ചെറുപ്പക്കാരൻ തന്നെയാണ്, ചോരയും നീരും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം മനസ്സിൽ സ്വപ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും നല്ല കുടുംബജീവിതം എന്ന വലിയ സ്വപ്നം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ദൈവത്തിനുണ്ടല്ലോ ഒരു സ്വപ്നം. ഈ ലോകം മുഴുവൻ ക്രിസ്തുവെന്ന തൻ്റെ പുത്രനാൽ രക്ഷിക്കപ്പെടണമെന്ന്, വീണ്ടെടുക്കപ്പെടണമെന്ന് ദൈവപിതാവിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് അങ്ങനെയൊരു സ്വപ്നമുണ്ട്. യോസേപ്പ് തൻ്റെ സ്വപ്നത്തെ ദൈവത്തിൻ്റെ സ്വപ്നവുമായിട്ട് തട്ടിച്ചു നോക്കിയപ്പോൾ അത് അതിൽ കാര്യമൊന്നുമില്ല എന്നും അത് വളരെ ചെറുതാണെന്നും അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തൻ്റെ ചെറിയ സ്വപ്നത്തെ ദൈവത്തിൻ്റെ വലിയ സ്വപ്നത്തിന് മുമ്പിൽ വീണുടയാൻ അദ്ദേഹം അനുവദിക്കുകയാണ്. തൻ്റെ ജീവിതത്തെ വെറുതെ വിട്ടുകൊടുക്കുകയാണ്. അദ്ദേഹം മേരിക്കും ഉണ്ണീശോയ്ക്കും വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് കടന്നുപോയി. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം വളർത്തുന്നവൻ എന്നാണ്. വളർത്തുന്നവൻ, ഒന്നും തകർക്കപ്പെടാതെ, ഒന്നും അന്യമാകാതെ എല്ലാം സൂക്ഷിച്ച് കാവൽ നിന്ന് എല്ലാത്തിനെയും വളർത്തുക എന്നുള്ള വലിയ ദൗത്യമാണ് ദൈവപിതാവ് യോസേപ്പിന് നൽകിയത്. ദൈവപിതാവ് യോസേപ്പിന് നൽകിയ സ്വപ്നങ്ങളിലെല്ലാം നൽകിയ നിർദ്ദേശങ്ങൾ, ദൈവപുത്രൻ അനാഥനാകരുത്, ഒന്നാമത്തെ സ്വപ്നം അതാണ്. ദൈവപുത്രൻ ആക്രമിക്കപ്പെടരുത്, രണ്ടാമത്തെ സ്വപ്നം അതാണ്. മൂന്നാമത്തെ സ്വപ്നം, ദൈവപുത്രൻ ഈജിപ്തിൽ അടിമയെപ്പോലെ ജീവിക്കരുത്. അപ്പോൾ ഈ മൂന്ന് സ്വപ്നങ്ങൾക്കും മൂന്ന് നിർദ്ദേശങ്ങൾക്കും കാവൽ നിന്ന്, സ്വപ്നത്തിലൂടെ നൽകപ്പെട്ട മൂന്ന് നിർദ്ദേശങ്ങൾക്കും കാവൽ നിന്ന് ദൈവപുത്രനെയും അവൻ്റെ അമ്മയെയും പൊതിഞ്ഞ് സംരക്ഷിച്ച് വളർത്തി വലുതാക്കിയ വ്യക്തിത്വമാണ് മാർ യോസേപ്പ് പിതാവിൻ്റെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ യോസേപ്പ് പിതാവിൻ്റെ കാവലിന് ഭരമേൽപ്പിക്കണം. യോസേപ്പ് പിതാവ് ഇങ്ങനെ മറക്കപ്പെട്ട ഒരു വിശുദ്ധനായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാതാവിനോ സെബസ്ത്യാനോസിനോ ഗീർച്ചുന്നാളിനോ ലഭിക്കുന്ന അത്ര മൈലേജ് ഒന്നും ഈ വിശുദ്ധ യോസേപ്പ് പിതാവിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഈ ഇടവകയിൽ തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ പൊതുവെ യോസേപ്പ് പിതാവിന് അത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ യോസേപ്പ് പിതാവിനെ തിരുസഭ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ യോസേപ്പ് പിതാവിനെ തിരുസഭയുടെ കാവൽക്കാരനായിട്ട് പ്രഖ്യാപിച്ചത്. തിരുക്കുടുംബത്തിൻ്റെ പാലകനും തിരുസഭയുടെ കാവൽക്കാരനുമാണ്. നാം ഓരോരുത്തരുടെയും സംരക്ഷകനാണ്. അതുകൊണ്ട് തന്നെ യോസേപ്പ് പിതാവിനെ കുറെ കൂടി ഗൗരവമായിട്ട് കാണാൻ നമുക്ക് സാധിക്കട്ടെ. യോസേപ്പ് പിതാവിൻ്റെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ യോസേപ്പ് പിതാവിൻ്റെ കൈയിലേക്ക് കൊടുക്കണം. യോസേപ്പ് പിതാവ് അതിനെ വളർത്തിക്കൊള്ളും. യോസേപ്പ് പിതാവ് അതിനെ വളർത്തി വലുതാക്കി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നത് യോസേപ്പ് പിതാവാണ്. നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകമായി നിയോഗം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി. ആ നിലയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ജീവിതത്തെയും, നമ്മുടെ പൗരോഹിത്യമായാലും സന്യാസമായാലും ദാമ്പത്യ ജീവിതമായാലും അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ യോസേപ്പ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റട്ടെ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ മുഴുവൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടും യോസേപ്പ് പിതാവിൻ്റെ കാവലിന് ഭരമേൽപ്പിക്കാം. ഒപ്പം
യോസേപ്പ് പിതാവ് നമുക്ക് നൽകിയ വളരെ വലിയ നല്ല മാതൃക വളർത്തുക എന്നുള്ളത്. വളർത്തണം. നമ്മുടെ വാക്കുകൊണ്ടോ, നമ്മുടെ നോട്ടം കൊണ്ടോ, നമ്മുടെ ഭാവം കൊണ്ടോ, നമ്മുടെ നിലപാട് കൊണ്ടോ എത്രയോ പേരെയാണ് നമ്മൾ കൊന്നുകളഞ്ഞിരിക്കുന്നത്. ഒത്തിരിയേറെ പേര് നമ്മൾ തളർത്തി കളഞ്ഞിട്ടില്ലേ? നമ്മുടെ വാക്കുകൊണ്ട് തളർത്തി കളഞ്ഞ എത്രയോ പേർ, എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ നിലപാടുകൾ കൊണ്ടും നമ്മുടെ ഈ രീതികൾ കൊണ്ടും ശൈലികൾ കൊണ്ടും ഒക്കെ നമ്മൾ തളർത്തിക്കളഞ്ഞ ഒത്തിരിയേറെ ആളുകൾ. യോസേപ്പ് പിതാവ് അങ്ങനെയല്ല. യോസേപ്പ് പിതാവ് എല്ലാവരെയും വളർത്തുന്ന ഒരാളാണ്. ഈ ഇടവകയിലെ ഓരോ വ്യക്തിയും യോസേപ്പ് പിതാവിൻ്റെ സംരക്ഷണത്തിന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ തന്നെ യോസേപ്പ് പിതാവിനെ പോലെ വളർത്തുവാൻ കടമയുള്ളവരാണ്. അത് നമ്മളുടെ സംസാരത്തിൽ അങ്ങനെ ഒരു രീതി ഉണ്ടാവണം. നമ്മുടെ സംസാരത്തിൽ മാത്രമല്ല, നമ്മുടെ ഇടപെടലുകളിലൊക്കെ വളർത്തുന്ന ഒരു രീതി നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. യോസേപ്പ് പിതാവ് നമുക്ക് വലിയ മാതൃകയാണ്, പ്രചോദനമാണ്. ആ വലിയ പ്രചോദനത്തെ എപ്പോഴും മുന്നിൽ നിർത്തി അദ്ദേഹത്തെ നോക്കി അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.